ഇനി കഞ്ചാവ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കഞ്ചാവ് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ഒച്ച ഉണ്ടാവും. അങ്ങനെ കഞ്ചാവ് ഇറങ്ങിപ്പോവാ. അപ്പൊ വീട്ടിൽ കുത്തിരിച്ച് കോനാ കുത്തിരിച്ച് ബാപ്പയോ അല്ലെങ്കിൽ ചെക്കനാറ്റോ എന്നിങ്ങനെ ഇങ്ങനെ ഇറക്കുന്നുണ്ട്. മനസ്സിലാക്കണം കഞ്ചാവ്. ഇതൊക്കെ മനസ്സിലാക്കാൻ ഉമ്മമാർക്ക് ഉമ്മയാണെങ്കിൽ കഴിയും. അവിടെയാണ് വിഷയം. അതുകൊണ്ടാണ് പറഞ്ഞത് ഉമ്മമാർ കൃത്യമായിട്ട് നട്ടലുള്ളവരായി മാറണം. അതിന് ധൈര്യം കൊടുക്കണം. എന്തുകൊണ്ടാണ് വാപ്പനെ അടിക്കാൻ കൈപൊന്തിയത്? ചൊട്ടയിൽ തിരുത്താൻ ആ രക്ഷകർത്താവിന് കഴിഞ്ഞില്ല. 3 വയസ്സുകാരനെ നിയന്ത്രിക്കുന്ന നിയന്ത്രണം 12 വയസ്സുകാരനെ അതേപോലെ നിയന്ത്രിക്കാൻ, 15 വയസ്സുകാരനെ അതേപോലെ നിയന്ത്രിക്കാൻ രക്ഷകർത്താക്കൾക്ക് ചങ്കൂറ്റില്ലാതെ പോയി. അവിടെയാണ് വിഷയം. അതുകൊണ്ട് ഉമ്മക്ക് എന്ത് ചെയ്യണം? നമ്മളെ 18 വയസ്സിന് താഴെയുള്ള മക്കളെ ശക്തമായി തിരിച്ചു കൊണ്ടുവരണം. അവർ പഠിക്കൊന്നും വേണ്ട. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം. നമുക്ക് മനുഷ്യന്മാരായിട്ട് ഇവിടെ ജീവിക്കണം. ഈ സ്ഥലത്ത് എല്ലാവരും മനുഷ്യരായിട്ട് നമുക്ക് ഇന്ന് മാറ്റണം. നിങ്ങൾ മനുഷ്യന്മാരാണോ? ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് മനുഷ്യന്മാരാണെന്ന് ചോദിച്ചതെന്ന് അറിയോ? നിങ്ങൾ ഞാൻ 2 മണിക്കൂർ ഇവിടെ, ഒരു 1.5 മണിക്കൂർ എന്തായാലും ആയി. നിങ്ങളൊരൊറ്റ ഇരുത്താം. ആ ഇരുത്തം കാണുമ്പം ഒരു പോലീസുകാരൻ എന്ന രീതിയിൽ നിങ്ങൾ ലേശം കഞ്ചാവ് അടിച്ചു കൊണ്ടുപോകുന്ന എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താണെന്നറിയോ? മനുഷ്യന്മാരാകുമ്പോൾ എന്ത് വേണമെന്നറിയോ? ചില വികാര പ്രകടനങ്ങളും വേണം. കൂക്കിയിടേണ്ട അടുത്ത് കൂക്കിയിടണം, കൈമുട്ടേണ്ട അടുത്ത് കൈമുട്ടണം, പോടാന്ന് പറയേണ്ട അടുത്ത് പോടാന്ന് പറയണം. നിങ്ങൾ ഇതൊന്നുമില്ല, ഒറ്റ ഇരിപ്പാണ്. ഇപ്പൊ മനുഷ്യനാണോ എന്ന് ചോദിച്ചപ്പോഴും നിങ്ങൾക്ക് ഒരു കൂസലുമില്ല. ആണോ? ഇനി അങ്ങ് പ്രഖ്യാപിച്ചുകൂടുക എന്നുള്ള രീതിയിലാണ്. പറ്റൂല, ഇത് പറ്റൂല, ഇത് നമുക്ക് അനുവദിക്കാനേ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ മനുഷ്യനാണ്. അതിന് മനുഷ്യനാണോ നിങ്ങൾ ഇന്ന് മുതൽ പരിശോധിക്കണം. നിങ്ങൾ ഈ ഞാൻ പറയുന്ന ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലേ പിന്നെ നിങ്ങൾ ഒന്നും പേടിക്കണ്ട, അത് ചെയ്യണം.